ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പേര് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന നമ്മളാക്കി തീർത്തതിൽ വലിയ നിര ആളുകളുണ്ടാകും. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. എൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ ഞാൻ 1ാം ക്ലാസ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചർ മുതൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ലും 4ലും 10ലും 12ലും അടക്കം പഠിപ്പിച്ച ആളുകൾ, എൻട്രൻസിന് എന്നെ പരിശീലിപ്പിച്ച ആളുകൾ, മെഡിക്കൽ കോളേജിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ എല്ലാവരും എന്നെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവർ ഒരു കൊല്ലം പഠിപ്പിച്ച വലിയ കാര്യങ്ങളെക്കാൾ ചിലപ്പോൾ ഒരു ദിവസത്തിൽ അവർ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, ചിലപ്പോൾ അവർ നമ്മളെ നോക്കി ചിരിച്ച ഒരു ചിരി, ഇതെല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് എന്നെ തിരിച്ചറിയാൻ പഠിപ്പിക്കുകയും ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് എന്നോട് പറയുകയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ ടീച്ചേഴ്സിനും ഇന്നത്തെ ഈ ഒരു ടീച്ചേഴ്സ് ഡേയിൽ ഒരു ടീച്ചേഴ്സ് ഡേ വിഷ് അറിയിക്കുകയാണ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ മൈ ടീച്ചേഴ്സ്. ആൻഡ് നമ്മളെ ഡോപ്പയുടെ ഭാഗത്തുള്ള ടീച്ചേഴ്സിനെ എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് നിങ്ങളുടെ ഭാവിയിലേക്ക്. ആൻഡ് ഇന്നത്തെ ദിവസം നമുക്കറിയാം സെപ്റ്റംബർ 5 ഇനി കൃത്യം 7 ദിവസം കൂടി കഴിഞ്ഞാൽ സെപ്റ്റംബർ 12 നമ്മൾ നീറ്റ് എക്സാം ഹാളിലേക്ക് പോവുകയാണ്. നീറ്റ് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കണം, നമ്മൾ എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്, ഇതാണ് ഇന്നത്തെ ടീച്ചേഴ്സ് ഡേയുടെ മെസ്സേജായി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇന്ന് മുതൽ 7 ദിവസത്തിലേക്ക് നിങ്ങൾ 2 തവണയെങ്കിലും നമ്മളുടെ ഫുൾ സിലബസ് റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ റൂൾ. 2 തവണ എങ്ങനെ റിവൈസ് ചെയ്യും? 7 ദിവസമല്ലേ ഉള്ളൂ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഈ 7 ദിവസത്തിൽ ആദ്യത്തെ 5 ദിവസം, അതായത് ഇന്ന് 5-ാം തീയതി മുതൽ 9-ാം തീയതി രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഉള്ള 5 ദിവസം സമയമുണ്ട്. ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു തവണ എല്ലാ പാഠഭാഗങ്ങളും വായിച്ചിരിക്കണം. അതിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും, ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും, നമുക്ക് അറിയാം ഇനി ഇത് വായിക്കേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ടാവും. ഏത് വിധത്തിലുള്ള ടോപ്പിക്കുകളാണെങ്കിലും ഇതെല്ലാം ഒരു തവണ വായിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തമാശയ്ക്കാണെങ്കിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ എഴുതിയെടുത്തിട്ടുള്ള നോട്ടുകൾ ഉണ്ടെങ്കിൽ, വലിയ വലിയ നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് കളഞ്ഞേക്കൂ എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഈ നോട്ടുകൾക്കൊന്നും പ്രസക്തിയില്ല. നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് വായിക്കുക, അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിനെ മാത്രം വായിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ബയോളജി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഈ 3 ടോപ്പിക്കുകൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം മതിയാകും. അതിനപ്പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കില്ല. അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്ക് വളരെ വളരെ ഫാസ്റ്റായിട്ട് വായിച്ചു പോവുക. അതിലുള്ള ഡയഗ്രംസിൻ്റെ ടേബിളുകൾ, പിന്നെ ബോൾഡ് ലെറ്ററുകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് എസ്പെഷ്യലി കെമിസ്ട്രിയിലെല്ലാം ചില കാര്യങ്ങൾ ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വായിച്ചു പോവുക. എത്രത്തോളം സ്പീഡിൽ വായിക്കാമോ അത്രത്തോളം സ്പീഡിൽ വായിക്കുക. ആൻഡ് 9-ാം തീയതി രാത്രി കിടക്കാനാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ബയോളജി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, NCERT കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രിക്കും ഫിസിക്സിനും നിങ്ങളെ പഴയ നോട്ടുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇക്വേഷൻ ബുക്കുകളിലുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് നോക്കുക. വളരെ ഫാസ്റ്റായിട്ട് നോക്കുക. ആൻഡ് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം 10-ാം തീയതി 11-ാം തീയതി 2 ദിവസമുണ്ട്. നിങ്ങൾ ഈ 5 ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു തവണ കൂടി വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് 11-ാം തീയതി വരെ ചെയ്യാനുള്ളത്. 11-ാം തീയതി രാത്രി നമുക്കറിയാം പിറ്റേ ദിവസം എക്സാം ആണ്. കുറച്ച് നേരത്തെ കിടന്നുറങ്ങുക. ഒരു 6-7 മണിക്കൂർ ഉറങ്ങി എണീറ്റതിന് ശേഷം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തുന്ന സമയത്തുള്ള 1-2 മണിക്കൂറുകൾ നിങ്ങൾക്ക് മോർണിംഗിൽ കിട്ടും, ഏറ്റവും ചുരുങ്ങിയത്. ആ സമയം കൊണ്ട് ബയോളജി NCERT ഒരു റൗണ്ട് കൂടി നിങ്ങൾ നോക്കി തീർക്കുക. സോ ഇത്തരത്തിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനി മുന്നോട്ട് പോകേണ്ടത്. നോട്ടിന് യാതൊരുവിധ സ്ഥാനവും ഇല്ല. നമ്മുടെ സക്സസ് മന്ത്രം ഇരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. അതിനെ വളരെയധികം സ്പീഡിൽ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റുകൾ എഴുതുക 10-ാം തീയതി വരെ. ഡോപ്പ നിങ്ങളുടെ കൂടെയുണ്ട്, ഡോപ്പയിലെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആൻഡ് ബൈ ബൈ.